ഹലോ ഗായ്സ്, എല്ലാവർക്കും ന്യൂയോർക്ക് ട്രിപ്പിൻ്റെ അവസാന ഭാഗത്തിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണാൻ ശ്രമിക്കണേ. ഞങ്ങളിപ്പോൾ ബട്ടർമിൽക്ക് ഫോൾസിൽ നിന്നും നേരെ വാക്കിംഗ് ഗ്ലെൻ സ്റ്റേറ്റ് പാർക്കിലേക്കാണ് പോകുന്നത്. വാക്കിംഗ് ഗ്ലെൻ സ്റ്റേറ്റ് പാർക്കിന് മെയിൻ ഒരു എൻട്രൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതുവഴിയല്ല കയറുന്നത്, ഞങ്ങൾ അപ്പർ എൻട്രൻസ് വഴിയാണ് കയറുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ മെയിൻ എൻട്രൻസ്. ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് തന്നെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അപ്പർ എൻട്രൻസിൻ്റെ അവിടെ അത്യാവശ്യം തിരക്ക് കാണുമെന്ന്. പക്ഷേ അപ്പർ എൻട്രൻസിൻ്റെ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പർ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പേ ചെയ്യണം, എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് ഏരിയ ആയിരുന്നു. ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ട്രെയിനിലേക്ക് നടക്കാൻ പോവുകയാണ്. അവിടെ ഒരു ബസ് കണ്ടില്ലേ, ആ ബസ്സാണ് കേട്ടോ ഷട്ടിൽ ബസ്. ഇവിടെ നമുക്ക് ട്രെയിനിൽ കൂടെ നടന്നിട്ട് നമ്മളിപ്പം ഇതിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് താഴെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ വരെ എത്താൻ പറ്റും. അപ്പോൾ അവിടുന്ന് പിന്നെ തിരിച്ച് വരാനായിട്ട് പാടാണല്ലോ, അതുകൊണ്ട് അവിടുന്ന് നമുക്ക് ഷട്ടിൽ ബസ് എടുത്തിട്ട് വേണം വരാനായിട്ട്. വാക്കിംഗ് ഗ്ലെന്നിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജിയോളജിസ്റ്റുകൾ ഈ വാക്കിംഗ് ഗ്ലെന്നിനെ വിളിക്കുന്നത് ഹാങ്ങിങ് വാലി എന്നാണ്. വാക്കിംഗ് ഗ്ലെന്നിലെ ട്രെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ എടുക്കേണ്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഒക്കെയാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. റെഡ് ഫോളോ ചെയ്യണം. ഓക്കേ, ദാറ്റ് ഈസ് ജോർജ് ട്രെയിൽ. അപ്പം ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നത് ജോർജ് ട്രെയിൽ വഴി പോകാനാണ്. ആ റെഡ് വര കണ്ടില്ലേ, അതുവഴി. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ നേരെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് മെയിൻ എൻട്രൻസിലാണ്. ഇവിടുന്ന് ഏതാണ്ട് 1.5 മൈൽസ്, അതായത് 2.4 കിലോമീറ്ററോളം ഉണ്ട് ഈ ഒരു ജോർജ് ട്രെയിൽ. ഇപ്പോൾ നമ്മൾ ജോർജ് ട്രെയിൽ വഴി അങ്ങോട്ട് പോയാലും തിരിച്ച് നമുക്ക് വേറൊരു ട്രെയിൽ എടുത്ത് അപ്പർ എൻട്രൻസിലേക്ക് വരാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ജോർജ് ട്രെയിൽ വഴി പോകാമെന്ന് തീരുമാനിച്ചു. ഈ കാണുന്നതാണ് ജേക്കബ്സ് ലാഡർ. ഇതിലേതാണ്ട് 180 സ്റ്റെപ്സ് ആണുള്ളത് നമുക്ക് ഈ അപ്പർ എൻട്രൻസിൽ നിന്ന് താഴെ വരെ പോകാനായിട്ട്. ഈ കാണുന്നത് ഒരു റെയിൽവേ ബ്രിഡ്ജാണ് കേട്ടോ, ഒരു പഴയ റെയിൽവേ ബ്രിഡ്ജാണ്. അതിൻ്റെ മുകളിൽ കുറേ ആളുകൾ കയറി ഇരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ കല്ലുകളൊക്കെ പറക്കി താഴെ ആ ഒരു വെള്ളത്തിലേക്ക് എറിയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അവർ. നമ്മളിപ്പം ഇതിലേക്ക് പോകാൻ കേട്ടോ. നല്ല അടിപൊളി വ്യൂ. എനിക്കറിയില്ല ഈ ക്യാമറയിൽ എത്രയും അതിൽ കിട്ടുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ നേരിട്ട് നല്ല രസമുണ്ട് കാണാൻ. ചില നമ്മൾ സിനിമകളിലൊക്കെ കാണാറില്ലേ ചില, അല്ലേ, എന്തോ ഒരു സ്പെഷ്യൽ ഫീൽ. നല്ല രസം, ഭംഗി. തിരക്കും അധികം തിരക്കൊന്നുമില്ല. എനിക്കൊന്ന് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം. ഇന്നലെ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല തിരക്കായേനെ. നമ്മളിപ്പോ ട്രെയിനിന്റെ സൗത്ത് സൈഡിലാണ്. നമ്മൾ ഈ നോർത്ത് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെയാണ് വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളത്. അപ്പൊ അവിടെ ചിലപ്പോൾ തിരക്ക് കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ റോക്സ് ഒക്കെ നോക്ക്, ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. വെള്ളം നല്ല ക്ലിയർ ആണല്ലേ. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കുക, കാരണം കുറച്ച് വഴി കുറച്ച് ഇതാണല്ലേ, നോക്കി നടന്നില്ലെങ്കിൽ. നോക്കി
ഇതുപോലുള്ള ആർച്ച് ബ്രിഡ്ജസ് നമുക്ക് ഈ പോകുന്ന വഴിക്ക് കുറേ കാണാൻ പറ്റിയിരുന്നു. എല്ലാ പടികളും ഇവിടുത്തെ സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. 800 പടികളുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു ജോർജ് ട്രെയിലിൽ. കുറച്ച് നമ്മൾ അങ്ങോട്ട് പോകും തോറും തിരക്ക് കുറച്ച് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു മെയിൻ എൻട്രൻസിൽ നിന്നും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരും കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മെയിനായിട്ടുള്ള വ്യൂ പോയിന്റിലൊക്കെ അത്യാവശ്യം തിരക്കുകൾ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയെല്ലാം ഇതുപോലെ കല്ലിട്ടതും അല്ലാതെ കല്ലിടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫിംഗർ ലേക്സിനെ പറ്റി. അപ്പോൾ ഫിംഗർ ലേക്ക് സ്റ്റേറ്റ് പാർക്കിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ് പാർക്കാണ് കേട്ടോ ഈ വാക്കിംഗ് ഗ്ലെൻ സ്റ്റേറ്റ് പാർക്ക്. ഈ വാക്കിംഗ് ഗ്ലെൻ സ്റ്റേറ്റ് പാർക്കിൽ നമുക്ക് സെഡിമെൻ്ററി റോക്സ് ആണ് കേട്ടോ കാണപ്പെടുന്നത്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുമ്പം ഈ മിനറൽസും അതുപോലെ തന്നെ ഓർഗാനിക് പാർട്ടിക്കിൾസൊക്കെ, അതായത് ഈ സെഡിമെൻറ്റ്സ് എല്ലാം കൂടെ കൂടിച്ചേർന്നിട്ട് അതിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഉണ്ടാകുന്ന റോക്സിനെയാണ് ഈ ഒരു സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള സാൻഡ് സ്റ്റോണുകളും അതുപോലെ തന്നെ ഷെയിലുമാണ് ഇവിടെ കോമൺ ആയിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ വാക്കിംഗ് ഗ്ലെനിലെ മെയിൻ ഒരു അട്രാക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് റെയിൻബോ ഫാൾസ്. ആ ഒരു ബ്രിഡ്ജിൻ്റെയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ഒക്കെ ഒരുമിച്ച് കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അതുവഴി നടക്കുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം സെഡിമെൻ്ററി റോക്സ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് എത്ര വർഷങ്ങൾ എടുത്തിട്ടായിരിക്കും ഈ ഒരു വലിയ റോക്സ് ആയിട്ട് മാറാനായിട്ട് സമയം എടുത്തിട്ടുണ്ടാവുക? അത് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് സെൻട്രൽ കാസ്കേഡ് എന്നാണ്.
കുറച്ചുകൂടെ താഴത്തേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സെൻട്രൽ കാസ്കേഡിൻ്റെ ആ ലോങ് വ്യൂ ആയിരുന്നു കേട്ടോ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലോങ് വ്യൂ. ഈ റോക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുന്നത് കൊണ്ട് തന്നെ ആ പോകുന്ന വഴിയെല്ലാം വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് പാറകളുള്ളിടത്ത് വലിയ കുഴപ്പമില്ലാണ്ട് പോകുമെങ്കിലും ചിലയിടത്തൊക്കെ ഭയങ്കര ചെളിയായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ കറങ്ങി അങ്ങനെ നമ്മൾ ആ ഒരു സ്പൈറൽ ടണലിലൂടെ ഇറങ്ങിയിട്ട് മുന്നിൽ വന്നപ്പോൾ കണ്ട കാഴ്ച വളരെ അടിപൊളിയായിരുന്നു. ഈ ഒരു വെള്ളച്ചാട്ടമായിരുന്നു. ഇതാണ് കാവൻ കസ്കേഡ്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏതാണ്ട് മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് എത്താറായിട്ടോ. ഇനിയും കുറച്ചുകൂടെ ഉള്ളൂ മെയിൻ എൻട്രൻസിലേക്ക് എത്താനായിട്ട്. ഈ കാണുന്ന ബ്രിഡ്ജ് അവർ റീസെൻ്റ് ആയിട്ട് പണിഞ്ഞതാണ് കേട്ടോ. താഴെയുള്ള റോക്ക് കൊണ്ടുള്ള ബ്രിഡ്ജിന് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർ ഈ ഒരു ബ്രിഡ്ജ് പണിഞ്ഞത്. നമ്മളിവിടെ ഇതിനൊരു കുലുക്കം. അയ്യോ, വീണ്ടും നമ്മളൊരു തുരങ്കത്തിൽ കൂടെ പോകുന്നു. ജോർജ് ട്രെയിൽ അങ്ങനെ അവസാനിക്കാൻ പോകുന്നു. ഏറ്റവും നല്ല ട്രെയിൽ ഇതല്ലേ, ജോർജ് ട്രെയിൽ.
അങ്ങനെ നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെനേക്ക എന്ന് പറഞ്ഞ കുറച്ച് ആളുകൾ ഇവിടെ പണ്ട് താമസിച്ചിരുന്നു. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെനേക്ക ലേക്കിൻ്റെ സൗത്ത് ഭാഗത്തായിട്ടാണ് ഈ വാക്കിംഗ് ലെൻ സ്കേറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നതും. 1935 ജൂലൈ 7 വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് 1941 അവർ കുറേ റീബിൽഡ് ചെയ്തെടുത്തിരുന്നു. ഈ കാണുന്നത് 1970-കളിലും 600-കളിലും ഒക്കെ അതുപോലെ തന്നെ 800-കളിലും ഒക്കെ ഈ ഒരു വാക്കിംഗ് ലെൻ സ്കേറ്റ് പാർക്ക് എങ്ങനെയാണ് ഇരുന്നത്, അവരെന്തൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ വാക്കിംഗ് ലെൻ സ്കേറ്റ് പാർക്ക് മാറിയത് എന്നൊക്കെ ഉള്ള പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വാക്കിംഗ് ലെൻ സ്റ്റേറ്റ് പാർക്ക് എല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ മെയിനായിട്ടും ജോർജ് ട്രെയിൽ വഴിയാണ് പോയത്. ജോർജ് ട്രെയിലാണ് കുറച്ചും കൂടെ ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു ട്രെയിൽ തിരഞ്ഞെടുത്തതും. തിരിച്ച് നമുക്ക് ഈ ട്രെയിലുകൾ വഴി തന്നെ പോകാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇനിയിപ്പം ആ ട്രെയിൽ വഴി പോകണ്ടെന്ന് തീരുമാനിച്ചു. കാരണം നല്ല ഇരുട്ടുമായി. ഇനിയിപ്പം പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ഷട്ടിൽ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ആ കാണുന്ന ബോർഡിൽ ഒരു QR കോഡ് ഉണ്ട്. അതിൽ നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. അതുവഴി നമുക്ക് പേ ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഇത് ഷട്ടിൽ ബസ്സിൻ്റെ ലാസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തായാലും കറക്റ്റ് സമയത്തിന് എത്തിയതുകൊണ്ട് തന്നെ ഷട്ടിൽ ബസ്സിൽ കയറാൻ പറ്റി. We were open during COVID for one-way traffic only. You had to walk up the Gorge Trail to the 1-mile bridge and then walk back down the North Rim Trail. We couldn't do any shuttling during COVID. Our big weekend of the summer was about a month ago. That is when NASCAR comes to town. Population in the village of Watkins Glen, around 3,000 people live here. NASCAR weekend, we get an additional 150,000 friends in town for the weekend. അങ്ങനെ ഞങ്ങൾ ഷട്ടിൽ ബസ് എടുത്തിട്ട് ഞങ്ങൾക്ക് എത്താനുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാർ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് സെനേക്ക ലേക്കിൻ്റെ ഒരു അടിപൊളി വ്യൂവും കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ അവിടെ സെനേക്ക ലേക്കിൻ്റെ ഒരു പാർക്കിലേക്കാണ് പോയത്. അവിടെ നമുക്ക് സെനേക്ക ലേക്കിന് നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. US-ലുള്ളവരും കാണാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ കാണണം. ന്യൂയോർക്കിലുള്ളവർക്ക് വളരെ അടുത്ത് തന്നെയാണ് ഇത്. ന്യൂയോർക്കിലുള്ളവർക്ക് കാണാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് വാക്കിംഗ് ലെൻസ് സ്റ്റേറ്റ് പാർക്ക്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ ഉള്ളവരൊക്കെ പറ്റുന്ന പോലെ പോയി കാണാൻ ശ്രമിക്കുക. പിന്നെന്താണ്, ഞങ്ങളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഒരു 7 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ. അവിടെ വെച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഈ ഒരു വ്യൂ എടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു സൺസെറ്റിൻ്റെ ഒരു വ്യൂ. അപ്പം അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.